വെടിനിർത്തൽ കരാറുമായി അമേരിക്ക ചില ഉപാധികളുമായി മുന്നോട്ട് വന്നപ്പോൾ ഹമാസ് അത് ഭാഗികമായി അംഗീകരിച്ചു. കാരണം വേറൊന്നുമല്ല, അങ്ങനെയെങ്കിലും ഫലസ്തീനിൽ സമാധാനം പുലരട്ടെ, ഫലസ്തീനിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി മുന്നോട്ട് വന്നു. അതായത് തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള ഫലസ്തീനികൾ തന്നെ ഭരിക്കുന്ന രീതിയിലുള്ള സ്വതന്ത്ര രാഷ്ട്രം, അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫലസ്തീൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇസ്രയേലിൻ്റെ കുടിലതന്ത്രം എന്താണ്? ഗാസ മുഴുവൻ പിടിച്ചെടുക്കണം, അവിടുത്തെ അഭയാർത്ഥികളെ മുഴുവൻ ഇസ്രയേലിൻ്റെ കീഴിലുള്ള ഏജൻസി ഭരിക്കണം, ഗാസയെ എല്ലാ രീതിയിലും ഭീതിജനകമാക്കി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കണം. ഇതൊക്കെയാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ. ഇതിനൊന്നും ഹമാസ് വഴങ്ങിക്കൊടുക്കില്ല, ഫലസ്തീനികൾ ഒരു രീതിയിലും അംഗീകരിക്കില്ല. ഏറ്റവും മോശമായ രീതിയിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾ, സംഘപരിവാർ ചാനലുകൾ നുണപ്രചരണം നടത്തിവിടുകയാണ്, ലോക വാർത്തയെ വളച്ചൊടിക്കുകയാണ്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ മുഴുവൻ വിഡ്ഢികളായും കഴുതകളായും ചിത്രീകരിച്ചാണ് ഈ സംഘപരിവാർ ഗ്രൂപ്പുകളും ചാനലുകളും ഈ ഗോദി മീഡിയകളുമൊക്കെ തെറ്റായ വാർത്തകൾ തട്ടിവിടുന്നത്. അവിടെ പറയുന്നത് ഫലസ്തീനിൽ വിശന്ന് വലഞ്ഞു നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പലരും ഉണ്ട്. എന്നാൽ തിരിച്ചാവശ്യപ്പെടുന്നത് അവരുമായുള്ള അതിലെ സ്ത്രീകളെ ഉന്നം വെച്ച് അവരുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കാൻ വലിയ രീതിയിൽ ശ്രമം നടത്തുന്നു എന്ന തെറ്റായ വാർത്ത മറുനാടൻ ചാനൽ ഉൾപ്പെടെ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ചാണ് ഇവരെയൊക്കെ വിളമ്പുന്നത് എന്നുള്ളത്. എന്ത് വൃത്തികേടും വിളമ്പി കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന കുറെ ഈ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഹമാസ് പോരാടുന്നത് ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. ഈ ലോകം ആഗ്രഹിക്കുന്നത് അതാണ്. ഈ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു ഫലസ്തീനിൽ സമാധാനം പുലരണം എന്നുള്ളത്. അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം, ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചത് കൊണ്ട് തന്നെ ഖത്തർ ഇടഞ്ഞു നിൽക്കുകയാണ്. അമേരിക്കയ്ക്ക് ഈ അറബ് രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തണമെങ്കിൽ കൃത്യമായും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് ട്രംപിന് വിവേചന ബുദ്ധിയുണ്ട്. പക്ഷേ പേപിടിച്ച് നടക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് അത് അറിയണ്ട. പിശാചിനെ പോലെ എല്ലാം കൊന്നൊടുക്കി എല്ലാം കൈവശപ്പെടുത്തണമെന്ന ദുരാഗ്രഹിയായ കടൽക്കിഴവന്റെ ഈ മോഹങ്ങളൊന്നും ഹമാസിലെ ഒരാളെങ്കിലും ബാക്കി ജീവിച്ചിരിക്കെ നടത്തി കൊടുക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള തീയാട്ടം, കനലാട്ടമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വെന്ത് മരിച്ച കുഞ്ഞുങ്ങൾ, നിറയേറ്റി വീണ കുഞ്ഞുങ്ങൾ, ഈ ശാപങ്ങളൊന്നും കൊണ്ട് ഒരു നരകത്തിൽ പോയാലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ദുഷിച്ച ആത്മാവിന് ഒരു ശാപമോക്ഷം കിട്ടില്ല. നമുക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയ ആ ചരിത്രം, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊന്നൊടുക്കിയ ചരിത്രം, ഇപ്പോൾ ചരിത്രം പുനർവായിക്കപ്പെടുകയായിരുന്നു. എന്തിനായിരുന്നു അത് എന്ന്, അഡോൾഫ് ഹിറ്റ്ലർ എന്തിനായിരുന്നു അത് ചെയ്തത് എന്ന് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥയായ മെയിൻ കാംഫിൽ പറയുന്നുണ്ട്. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ഞാൻ ഈ ചെകുത്താന്മാരെ ഉന്മൂലനം ചെയ്യാൻ അവതരിച്ച ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് മെയിൻ കാംഫിൽ പറയുന്നുണ്ട്.